അതെ. അപ്പം ഇന്ന് നമ്മൾ മോർണിംഗ് നമുക്കിപ്പോൾ ഇന്നൊരു ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൈഡൽ ഷൂട്ടിന് പോയി റെഡി ആവാണ് 4:30. എനിക്ക് ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതായിരുന്നു, ഇങ്ങനെ ബ്രൈഡൽ ഷൂട്ട് വരാവോ, കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൈഡായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഒരു 5 മണിക്ക് ആയി അവിടെ എത്തിയപ്പോൾ ചേച്ചി 4 മണിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സാരി കൊണ്ടുവന്നായിരുന്നു, ഒരു കാഞ്ചീപുരം സാരിയാണ്. അത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തതേ ഉള്ളായിരുന്നു, അപ്പോൾ കുറച്ച് ലൂസൊക്കെ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ലേറ്റ് ആയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കാരണം ലൈറ്റ് അങ്ങ് ഒത്തിരി ഇതാവുന്നതിന് മുമ്പ് നമുക്ക് ഫോട്ടോസ് എടുക്കണമായിരുന്നു. ഞങ്ങൾ വണ്ടി ഓടിച്ച് ക്രോസ് റോഡൊക്കെ കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. എന്നാലും ചേച്ചി ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ റെഡിയാക്കി ഒരുക്കി, ഫേസൊക്കെ ചെയ്ത് ഹെയറൊക്കെ സെറ്റാക്കി. ഇത് നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് എനിക്ക് ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റിയത്. അന്ന് തൊട്ടേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് കണ്ണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചേച്ചി നല്ല അടിപൊളിയായിട്ട് കണ്ണ് ചെയ്ത് തന്നു. പിന്നെ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും, അഫോർഡബിളായിട്ട് ചെയ്യും. അതിൻ്റെ മെയിനായിട്ടുള്ള ലൊക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ABHS സ്കൂളിന് തഴവ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അവിടെ പഞ്ചായത്തുണ്ട്, അതിന് അക്ഷയയ്ക്ക് തൊട്ട് ഓപ്പോസിറ്റാണ്. ചേച്ചിയുടെ പേര് ലക്ഷ്മി എന്ന്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ടൊന്നും വന്നില്ല കാണിക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ് കുഴപ്പമില്ല, പറഞ്ഞിരുന്നാൽ മതിയെന്ന് പറഞ്ഞ്. നല്ല രസമായിട്ട് സാരിയൊക്കെ ഡ്രാപ്പ് ചെയ്ത് തരും. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ചേച്ചിയുടെ തന്നെയാണ്. ഞാൻ സാരി ജസ്റ്റ് കൊണ്ടുപോയതേ ഉള്ളായിരുന്നു. പിന്നെ ഫ്ലവർ എല്ലാം ചേച്ചി തന്നെ സെറ്റ് ചെയ്ത് ഫ്ലവറൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഇതിലാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഹെയറൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്ത് തന്നു. പിന്നെ ഇതാണ് നമ്മുടെ എപ്പോഴും ലുക്ക് വരുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ താഴോട്ട് പോയി. ഇത്രയും ഹെയർ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, അരുൺ എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെയാണ് ഫോട്ടോഗ്രാഫറാണ്. ചേട്ടൻ തന്നെയാണ് ഫോട്ടോസ് എടുത്തത്. അതിന് തൊട്ടപ്പുറത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ചേട്ടനും വേറെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പുള്ളിയും കൂടിയാണ് ഫോട്ടോസ് ഒക്കെ എടുത്തത്, പോസൊക്കെ പറഞ്ഞത്. ഞാനും പിന്നെ കുറേ പോസൊക്കെ ഇട്ടു. നേരത്തെ ആയിരുന്നു ഷൂട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10 മണിക്കൊക്കെ മുമ്പായിട്ട്, 10 മണിയല്ല, ഒരു 9 മണിക്കൊക്കെ മുമ്പായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. ലൈറ്റ് ഒത്തിരി അങ്ങ് ഇതാവുന്നതിന് മുമ്പ് ചേച്ചി പറഞ്ഞായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കണമെന്ന്. അത് ഞങ്ങൾ ഇത്രയും രാവിലെ തന്നെ പോയത്. പിന്നെ കുറേ റീലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കുറേ ബൈറ്റൊക്കെ എടുത്ത് സെറ്റപ്പാക്കി. ലെൻസ് വെച്ചതിന് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൈഡായിട്ട് ഒരുങ്ങാൻ വേണ്ടി. ഞാൻ പിന്നെ എൻഗേജ്മെൻറ്റിന് ഒരുങ്ങി. പിന്നെ അതിന് മുമ്പ് വേറെ കുറച്ച് ലുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എപ്പോഴായാലും ഈ ബ്രൈഡായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ആ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട്, ആക്സസറീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യമാണ്. എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇതായിട്ട് ചെയ്ത് തന്നു ചേച്ചി. എനിക്ക് ഐബ്രോ ആയാലും എല്ലാം ഭയങ്കര നാച്ചുറലായിട്ട് ഇരുന്ന് ഇത് ഇങ്ങനെ എക്സ്റ്റൻഷനൊക്കെ ഇത്രയും ലെങ്തിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ പിന്നെയും ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അകത്ത് സ്റ്റുഡിയോ ഉണ്ട്, അവിടെ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ട് റീലിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ലൈറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതും നല്ല രസമായിട്ട് തന്നെ എടുത്തു. എനിക്കറിയാവുന്ന പോലെ ഞാനും പോസ് ചെയ്തു. പിന്നെ പുള്ളിയും കുറേ പോസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. ചേച്ചിയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും കൂടാവുന്ന ആളാണെങ്കിലും എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ കുറച്ച് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല രസമായിട്ട് എനിക്ക് എല്ലാം എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ തന്നു. ഞങ്ങളപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ മേക്കപ്പൊക്കെ റിമൂവ് ആയിട്ട് പോകുന്ന ഒരു കോലമാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ എൻ്റെ സാരിയെല്ലാം അപ്പോൾ ചാരുവി എന്നാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോയുടെ പേര് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ആ പഞ്ചായത്തിന് ഓപ്പോസിറ്റായിട്ട് തഴവ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും മേക്കപ്പ് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി വിളിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.